തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിശകലനങ്ങളുമായി വി അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. പ്രധാനമായിട്ടും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം. സിറ്റിംഗ് MP ആയിട്ടുള്ള ശശി തരൂര്, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദർ എന്നിവർ രംഗത്തെത്തുന്നു. പ്രചാരണം രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾ, റോഡ് ഷോയ്ക്കൊക്കെ ദേശീയ നേതാക്കൾ തന്നെ നേരിട്ട് തലസ്ഥാന ജില്ലയിലേക്ക് എത്തിയ സാഹചര്യമുണ്ട്. ഇന്ന് ഇന്ത്യയുടെ റോഡ് ഷോ നെയ്യാറ്റിൻകരയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നേരിട്ട് അമിത്ഷാ തന്നെയാണ്. ഒപ്പം കോൺഗ്രസ് UDF പുലർത്തുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്ന സിറ്റിംഗ് MP ഇത്തവണയും നാലാം തവണയും ശശി തരൂർ തന്നെ തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് UDF കടക്കുമ്പോൾ ഇടത് കോട്ടയായിരുന്ന തിരുവനന്തപുരത്തെ എങ്ങനെ തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ള ഒറ്റ നോട്ടമാണ് LDFിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥിയായി LDFിന്റെ സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യുന്നു. വി അരുൺ ചേർന്നു. അരുൺ, തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം. അത് ഈ പ്രചാരണത്തിന് രണ്ടാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ 3 സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞു നിൽക്കുമ്പോൾ ചിത്രം പലതവണ മാറി മറിഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള വിഷയങ്ങൾ വരികയും ആരോപണ പ്രത്യാരോപണങ്ങൾ സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ സമയത്തുണ്ട്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന്റെ കളം തന്നെയാണോ ഇപ്പോഴും ഈ ഘട്ടത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് തിരുവനന്തപുരത്തെ പൾസ് കൊണ്ട് തുടങ്ങാനാവുക? അപർണ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ത്രികോണ മത്സരം ആദ്യം കേട്ടതും ആദ്യം കണ്ടതും തിരുവനന്തപുരത്താണ്. അത് BJP ഇത്രയധികം ശക്തിയാകുന്നതിന് മുമ്പ് തന്നെ 2-3 തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ തിരുവനന്തപുരം ത്രികോണ മത്സരത്തിന് പേര് കേട്ട ലോക്സഭാ മണ്ഡലമാണ്. BJPക്ക് മറ്റു കേരളത്തിൽ പൊതുവിൽ സ്വീകാര്യത ആ രീതിയിൽ നേടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും തിരുവനന്തപുരത്ത് അവർ ശക്തമായി തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ടും അവർ മത്സരരംഗത്തൊക്കെ അതിശക്തമായി ത്രികോണ മത്സരം നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അക്ഷരാർത്ഥത്തിൽ ശക്തിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിന് കാരണം 3 തവണ ജയിച്ച ശശി തരൂരാണ് UDFിന്റെ MP. അദ്ദേഹം സിറ്റിംഗ് MP ആണ്. അദ്ദേഹം ഇപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലൊക്കെ തരൂർ അനായാസം ജയിച്ചു പോകും. കോൺഗ്രസ് അവരുടെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളെ കണക്കെടുക്കുമ്പോൾ ആദ്യ പേരിലേക്ക് നീക്കിവെച്ച സ്ഥലമായിരുന്നു തിരുവനന്തപുരം. പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് അതല്ല സ്ഥിതി. BJP സ്ഥാനാർത്ഥിയായി വന്നത് NDAയുടെ കേന്ദ്ര സഹമന്ത്രി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറാണ്. സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴും ഇവിടെ BJPക്കാർ പോലും ആ രീതിയിലാണോ അദ്ദേഹത്തെ അന്ന് സ്വാഗതം ചെയ്തത്? അത്രയധികം പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ മുന്നേറുന്ന കാഴ്ചയാണ് കാണാനായത്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ആസൂത്രിതമായ ചില നീക്കങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇടതുമുന്നണി സ്ഥാനത്ത് ഇടതുമുന്നണി പലതവണ ജയിച്ച മണ്ഡലമാണ്. 2004-ലും 2005 ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ ജയിച്ച മണ്ഡലമാണ്. അന്ന് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച പന്ന്യൻ രവീന്ദ്രൻ ഏകദേശം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാറി നിൽക്കും എന്ന് പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹത്തെ തന്നെ ഇവിടെ ഇടതുമുന്നണി കൊണ്ടുവന്നത്. CPI സ്ഥാനാർത്ഥി അവതരിപ്പിച്ചത് CPMന്റെ കൂടി താല്പര്യം അറിഞ്ഞുകൊണ്ടാണ്, അവരുടെ കൂടി നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട്. അതായത് തിരുവനന്തപുരം ഇനിയും 3ാം സ്ഥാനത്തേക്ക് പോകാൻ കഴിയില്ല. അവിടെ ഇടതുമുന്നണിക്ക് CPMന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്. 14 നിയമസഭാ മണ്ഡലങ്ങൾ 13-ഇടത്തും ഇടത് സ്ഥാനത്ത് വിജയിച്ച ജില്ലയാണ്. അവിടെ അങ്ങനെ വിട്ടുകൊടുക്കാനാകില്ല. 3ാം സ്ഥാനമേ നാണക്കേടിൽ നിന്ന് എങ്ങനെയും കരകയറിയ മതിയാകൂ. CPIക്കാണ് സീറ്റ്. അതുകൊണ്ട് തന്നെ അവർ ശക്തരായ സ്ഥാനാർത്ഥി നിർത്തണം എന്ന ആവശ്യം CP നേതൃത്വം കൂടി ചർച്ചയിൽ വച്ചതിന്റെ ഭാഗമായാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന CPIക്ക് ഇന്ന് സംസ്ഥാനത്ത് അവതരിപ്പിക്കാവുന്ന ഏറ്റവും ജനകീയനായ നേതാവിനെ രംഗത്തിറക്കാൻ CPI തയ്യാറായത്. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ 2005-ൽ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചയാളാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിശക്തനായ സ്ഥാനാർത്ഥിയായി പന്ന്യനെ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഗുണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിലേക്ക് ഉണ്ടായെന്നത് വസ്തുതയാണ്. വളരെ ശക്തമായ രീതിയിൽ ഇടതുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവും മുന്നേറുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ ത്രികോണ പോരാട്ടം ഉണ്ടെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന മണ്ഡലമായ തിരുവനന്തപുരം ഓരോ ദിവസവും മാറുകയാണ്. ശശി തരൂറിന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്ന മേൽക്കൈ ഇപ്പോൾ ഇല്ലെന്ന് പറയാം. പക്ഷേ ആര് ജയിക്കും? തരൂറിനെ പൂർണ്ണമായി എഴുത്തള്ളാനാകാത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി അവസാന വട്ടമൊക്കെ കഴിഞ്ഞ തവണയും വലിയ മുന്നേറ്റം BJP ഉണ്ടെന്ന് പ്രവചിച്ചപ്പോഴും 1,00,000-നടുത്ത് വോട്ടുകൾ നേടി അദ്ദേഹം വലിയ വിജയം നേടിയ ആളാണ്. അതുകൊണ്ട് തന്നെ തരൂറിന് എഴുതലാനാകില്ല. രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായ ശാസ്ത്രം ഞാൻ പറയാൻ കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കങ്ങൾ
ശശി തരൂർ എന്നൊരു സ്ഥാനാർത്ഥി എങ്ങനെയാണോ തലസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെട്ടത്, സമാനമാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ എൻട്രി. അദ്ദേഹം ബിസിനസ്മാനാണ്, ടെക്നോക്രാറ്റാണ്. ആ എല്ലാ തരത്തിലും ഒരു രാഷ്ട്രീയ നേതാവെന്ന പരിഗണനക്കപ്പുറത്തേക്ക് തരൂരിനെ അവതരിപ്പിച്ച പോലെ തന്നെ അത്തരത്തിലൊരു പ്രൊഫഷണലിനെ ഇവിടെ കൊണ്ടുവരികയാണ് BJP. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം ടെക്നോക്രാറ്റുകളുടെ വോട്ടാണ്, പ്രൊഫഷണലുകളുടെ വോട്ടാണ്, സമൂഹത്തിലെ അരുണ അത് തന്നെ. അതായത് ദേശീയ തലത്തിൽ BJP ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായി തിരുവനന്തപുരം മാറുകയാണ്. കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുക. നേരത്തെ S ജയശങ്കർ 2 ദിവസം മുൻപ്, ഇന്ന് അമിത്ഷാ എത്തുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ കൂടി പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലെ ഒരു മുൻതൂക്കത്തിന് ശേഷം ചിത്രം മാറി മറിയുന്ന അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? അതോ ഈ എല്ലാ വിഷയങ്ങളും ഒരേപോലെ തന്നെ ചർച്ചയ്ക്ക് വരുമ്പോൾ ജനം അത് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ ജനം ചിന്തിച്ചേക്കും എന്നുകൂടിയുണ്ടോ എന്ന് വേണം ഇപ്പോൾ കരുതാൻ. പ്രവചനാതീതം തന്നെയാണ് തലസ്ഥാനത്തെ പോരാട്ടം. ഒരു കാര്യം കൂട്ടിച്ചേർക്കണം, അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സന്ദർശനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അപർണ സൂചിപ്പിച്ച പോലെ ദേശീയ നേതാക്കളുടെ വലിയ സാന്നിധ്യം. 4 ദിവസമാണ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും റോഡ് ഷോയായി ഒപ്പമെത്തി. വി മുരളീധരൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. അത്തരത്തിൽ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലമാണ് ഏറ്റവും പ്രധാനമായി BJP കാണുന്നത്. അത് BJPയുടെ ജില്ലാ നേതൃത്വം ആ രീതിയിൽ ആദ്യം അതിനെ കണ്ടിരുന്നെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തിന് വളരെ താല്പര്യമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രചരണം. ഇനിയും നേതാക്കൾ ഇവിടെ വന്നുപോകും. വലിയ പ്രചരണ കോലാഹലങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പോരാട്ടം തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ തന്നെയാണ് BJPയുടെയും നീക്കം. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ശശി തരൂരിൻ്റെ കൃത്യമായ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കാരണം നമുക്കറിയാം, ടെക്നോക്രാറ്റുകളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു അതിന് മുകളിൽ ഉള്ള ജനവിഭാഗങ്ങളുടെ ഒക്കെ ഒരു വോട്ടാണ് തരൂർ കാലാകാലങ്ങളായി തരൂരിനെ രക്ഷിച്ചത്. അതിനപ്പുറത്തേക്ക് തീരമേഖലയിലും ആ 3 മേഖലകളിലും വളരെ കൃത്യമായി കടന്നു കയറിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനം. അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. യുവാക്കളുടെ, അതുപോലെ ടെക്നോക്രാറ്റുകളുടെ, ടെക്കികളുടെ, അങ്ങനെയുള്ള ആളുകളുടെ വോട്ട് സ്വാഭാവികമായും ശശി തരൂർ നിന്നാൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട വോട്ട് അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിയും രാജീവ് ചന്ദ്രശേഖരൻ എന്ന നിഗമനമാണ് ഇപ്പോൾ BJP നേതൃത്വത്തിലുള്ള. വലിയ രീതിയിൽ ആ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് പോകുമെന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. മറ്റൊന്ന് തീരമേഖലയാണ്. തീരമേഖല ശശി തരൂറിനെ പിന്തുണയ്ക്കുന്ന 3 തെരഞ്ഞെടുപ്പുകളിലും വലിയ രീതിയിൽ പിന്തുണച്ച മേഖലയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം വലിയ ഭൂരിപക്ഷം ജയിക്കാൻ കാരണം കൂടി അതാണ്. അല്ലെങ്കിൽ BJP പ്രതീക്ഷിച്ചത് അവർ അവിടെ വിജയിച്ച് കുമ്മനം ജയിക്കുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിനെ മറികടന്നത് തീരമേഖലയിലെയും ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. അവിടെ 3 മുന്നണികൾ ടെക്നോ വികസനം മുതൽ തീരദേശ മേഖല വരെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് തലസ്ഥാന മണ്ഡലം.